അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാകുന്ന പ്രതിഷേധങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ച് ഗാസയെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട് കൂട്ടക്കുരുതി തുടരുകയാണ് ഇസ്രായേൽ സൈന്യം. ആ നരനായാട്ടിന് 2 വർഷം തികയാൻ 3 ആഴ്ച മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. 6 ലക്ഷത്തോളം പലസ്തീൻകാരാണ് ഗാസ സിറ്റിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവ് മഹ്മൂദ് യൂസുഫ് അബു അൽ ഖീറിനെ വധിച്ചെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. 2.3 ദശലക്ഷം ജനസംഖ്യയുണ്ടായിരുന്ന ഗാസയിൽ 65,000-ന് മുകളിൽ മനുഷ്യരെയാണ് ഇസ്രായേൽ വംശവെറിമൂത്ത് കൊന്നൊടുക്കിയത്. 20,000-ലധികം കുട്ടികൾ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്ക്. 1,65,000 പേർക്ക് പരുക്കേറ്റു. അവിടെ മരിച്ചു ജീവിക്കുന്നവർ ലക്ഷങ്ങളാണ്. 60% ജനതയും പട്ടിണിയിൽ. 7 കുഞ്ഞുങ്ങൾ പട്ടിണി മൂലം മരിച്ചതായാണ് ഔദ്യോഗിക കണക്കുള്ളത്. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കണക്കുകൾ ഇത്രയാകുമ്പോൾ സത്യം അതിലും എത്രയോ ഉയരെയായിരിക്കും. ഇതിനകം 4.5 ലക്ഷത്തോളം പേരാണ് പലായനം ചെയ്തത്. രക്ഷ തേടി ആ ജനത ഒന്നടങ്കം എങ്ങോട്ടെന്നറിയാതെ പലായനത്തിലാണ്. സ്വന്തം വീട്ടിൽ നിന്ന്, എന്തിന് സ്വന്തം മണ്ണിൽ നിന്ന് പോലും എത്ര വട്ടമാണ് ഇവർ ആട്ടിപ്പായിക്കപ്പെട്ടത്. അവിടെ നടക്കുന്നത് ക്രൂരമായ വംശഹത്യ തന്നെയാണെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ കമ്മീഷൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഈ ക്രൂരതയൊന്നും പോരാഞ്ഞിട്ട് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം കരസേന ആക്രമണത്തിൻ്റെ മറ്റൊരു മുഖമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഗിഡിയോൺ ചാരിയറ്റ്സ് 2. ഈ നീക്കത്തിലൂടെ ഗാസയുടെ ഭൂപടം തന്നെ മാറ്റിവരയ്ക്കാനാണ് നീക്കം. ഇതുവഴി വലിയൊരു ഭൂപ്രദേശം തന്നെ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാകും. ഗാസ തീരപ്രദേശത്തെ ഒരു ചെറുതുരുത്തായി ഒതുങ്ങും. ഇസ്രായേലിൻ്റെ യഥാർത്ഥ പദ്ധതി ഇതിലും വലുതാണെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശം സംബന്ധിച്ച പ്രത്യേക പ്രതിനിധി ഫ്രാൻസിസ്ക അൽബനീസ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: ഗാസയിലെ അവസാനത്തെ നഗരകേന്ദ്രമായ ഗാസ സിറ്റിയെയാണ് ഇപ്പോൾ ഇസ്രായേലി പ്രതിരോധ സേന ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ ഇസ്രായേലി വലതുപക്ഷ തീവ്രവാദികൾ ഗാസയോടൊപ്പം വെസ്റ്റ് ബാങ്കും പിടിച്ചെടുക്കാനുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. ബ്രിട്ടനും ഓസ്ട്രേലിയയും കാനഡയും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഫ്രാൻസ് ഉൾപ്പെടെ ഏതാനും പാശ്ചാത്യ രാജ്യങ്ങളും അംഗീകരിക്കുകയും ചെയ്യും. 1917 ബാൽഫർ പ്രഖ്യാപനത്തിലൂടെ പലസ്തീനിൽ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കാൻ വഴിയൊരുക്കിയത് ബ്രിട്ടനാണ്. 1948 ഇസ്രായേൽ രാഷ്ട്രം പിറന്നു. പലസ്തീൻ ജനതയ്ക്ക് സ്വന്തമായൊരു രാജ്യം നൽകുമെന്ന് പറഞ്ഞെങ്കിലും അത് യാഥാർത്ഥ്യമായില്ല. അന്ന് പലസ്തീൻ ജനതയോട് കാട്ടിയ വഞ്ചനയ്ക്കുള്ള ചെറിയ തിരുത്താണ് ഇപ്പോൾ പലസ്തീൻ രാഷ്ട്രത്തിന് ബ്രിട്ടൻ നൽകിയ അംഗീകാരം. ഇസ്രായേലിൻ്റെ വംശഹത്യക്കെതിരെ ലോകമെമ്പാടും വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. വംശഹത്യ അവസാനിപ്പിച്ചില്ലെങ്കിൽ പലസ്തീൻ രാഷ്ട്രത്തിന് അനുകൂല സമീപനം സ്വീകരിക്കുമെന്ന് ഫ്രാൻസും കാനഡയും ബ്രിട്ടനും സ്പെയിനും നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഖത്തർ ആക്രമണം അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഐക്യത്തിലേക്കും നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 23 മുതൽ ന്യൂയോർക്കിൽ രാഷ്ട്രത്തലവന്മാർ പങ്കെടുത്ത് ആരംഭിക്കുന്ന UN പൊതുസഭയെ ലോകം പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. UN-ന്റെ പ്രസക്തി തന്നെ പല കൂടി ചോദ്യം ചെയ്യപ്പെട്ടതാണെങ്കിലും ആ ലോകവേദിയിൽ ഇസ്രായേലിൻ്റെ ഒറ്റപ്പെടൽ പോലും ലോകത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്.